ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദത്തങ്ങൾ നൽകുന്ന ദൈവമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്, അവൻ്റെ കരുണയുടെ ഭാഗമാണ്. ദൈവം നമ്മുടെ പ്രവൃത്തികളെയോ നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതിൻ്റെ പ്രതിഫലത്തെയോ അല്ല വാഗ്ദത്തം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് തരുന്ന ബോണസുകളാണ്, അവൻ്റെ വലിയ കരുണയുടെ പ്രദർശനങ്ങളാണ്, കൃപയുടെ ഒരു ഭാഗമാണ് വാഗ്ദത്തങ്ങൾ. ദൈവം എത്ര വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എത്ര വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ആ വാഗ്ദത്തങ്ങളെല്ലാം എണ്ണമറ്റതാണെങ്കിലും ദൈവത്തിൽ നാം വിശ്വസിക്കുന്നെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ ഓരോന്നും ദൈവം നിവർത്തിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവം വെറുതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു പ്രോമിസ് ദൈവം പറയുന്നില്ല. അതെത്ര വലുതാണെങ്കിലും വെറുതെ നമ്മളെ ആഗ്രഹിപ്പിക്കുന്നില്ല, മോഹിപ്പിക്കുന്നില്ല. അവൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നവരിൽ അവൻ നിവർത്തിച്ചു കൊടുക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അപ്പോസ്തലനായ പൗലോസ് ഇത് പറയാൻ കാരണമുണ്ട്. എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജാക്കന്മാരുടെയും ജാതികളുടെയും യഹൂദന്മാരുടെയൊക്കെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്ത പാത്രമാണെന്ന് അനന്യാസിനെ കൊണ്ട് ദൈവം പറയിപ്പിച്ച കാര്യം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പൗലോസിന്റെ മാനസാന്തര സമയത്ത്. എന്നാൽ തൻ്റെ മിഷണറി യാത്രയിൽ താൻ മരിക്കത്തക്ക രീതി അല്ലെങ്കിൽ താൻ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ലിസ്ട്രയിൽ വെച്ചൊക്കെ പൗലോസ് മരിച്ചെന്ന് കണ്ട് കല്ലെറിഞ്ഞ് കൊന്നവനെ പോലെ എറിഞ്ഞിട്ടിട്ട് പോയതാണ്. അതുപോലെ പലതവണയായി ആപത്തുകൾ വന്ന് മരണം പിടികൂടിയിട്ടുണ്ട്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തെ വിശ്വസിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ആ ദൈവത്തിൽ ഇനി ആശ്രയിച്ചാൽ മതി, മരണത്തിൽ നിന്ന് ഇനി ഒരു വിടുതൽ ഉണ്ടാകുന്നില്ല, മരിച്ചു പോകും, മരിച്ചു കഴിഞ്ഞിട്ട് ദൈവം ഉയർപ്പിക്കുമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാമെന്ന് കണ്ട് വിശ്വസിച്ച സമയമുണ്ട്. അതാണ് ഈ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ. അപ്പോൾ ഇത്ര വലിയ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്തു, മേലാലും വിടുവിക്കുവാൻ ശക്തനെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ ബാക്കി ഭാഗമാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. കുഞ്ഞേ, എത്രയുണ്ടെങ്കിലും ഞാനത് നിവർത്തിക്കാൻ ശക്തനാണ്. നീ പ്രതീക്ഷിക്കുന്ന പ്രതിസന്ധികൾ, നീ പ്രതീക്ഷിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിന്നെ ഇനി ആ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കില്ല എന്ന് പറയുന്ന രോഗമോ നഷ്ടമോ അപകടങ്ങളോ മരണമോ പോലും വന്നാലും വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ ഞാൻ നിനക്ക് ജീവൻ തന്ന് നിന്നെ നിർത്താൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവിടെയാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. കർത്താവേ നടക്കുവോ? പ്രായം കഴിഞ്ഞല്ലോ. കർത്താവേ നടക്കുവോ? വർഷം തീരാൻ പോകുവാണ്. കർത്താവേ നടക്കുവോ? എൻ്റെ കുഞ്ഞിൻ്റെ പ്രായം, എനിക്ക് സാഹചര്യങ്ങൾ ഇനിയില്ല, നീ പോകാൻ പറ്റത്തില്ല, പേപ്പേഴ്സ് എല്ലാം ബ്ലോക്കായി കിടക്കുന്നു. കർത്താവേ നടക്കുവോ? കർത്താവേ നടക്കുവോ എന്ന് ചോദിക്കുന്ന ഒത്തിരി അമ്മമാരുണ്ട്, ഒത്തിരി പിതാക്കന്മാരുണ്ട്, ഒത്തിരി സഹോദരങ്ങളുണ്ട്. കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ്വ്, അത് നടക്കും കുഞ്ഞേ. നീ എന്ത് ചെയ്യണം? അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ദൈവം ഉവ്വ് എന്ന് പറയുന്നത് കാതുകളിൽ, ഹൃദയത്തിൽ കേൾക്കുന്നെങ്കിൽ, അതിൻ്റെ ശബ്ദം, ദൈവശബ്ദം കാതുകളിൽ മുഴങ്ങുന്നെങ്കിൽ നീ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് ആമേൻ, അത് നടക്കട്ടെ, നടക്കും. ഹല്ലേലൂയ. ഒരു ഉത്തമ ഉദാഹരണം, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഒടുവിലത്തെ സമയം വന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൈസരിയയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് ദീർഘനാളുകൾക്ക് ശേഷം തടവുപുള്ളിയായിട്ട് ഇറ്റലിയിലേക്ക്, റോമിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. കൈസറെ കാണുവാനായിട്ട് പോകേണ്ടതായിട്ട് വരുന്നു. അവിടെ പോകുന്ന സമയമായപ്പോൾ പോകുന്ന വഴിയിൽ കപ്പൽ യാത്രയിൽ കപ്പൽ തകരുന്ന സംഭവം ഉണ്ടായി. കപ്പൽ തകരുകയാണ്. 275 യാത്രക്കാരുമായി പോയ ആ കപ്പൽ വലിയ ഈശാന മൂലം കൊടുങ്കാറ്റടിച്ച് തകരുന്ന സമയത്ത് തൊട്ട് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുന്ന ഒരു കാര്യം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 27-ാം അധ്യായം 20 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 25-ാമത്തെ വാക്യത്തിൽ
പൗലോസ് പറയുന്ന 24-25 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. ദൈവം സംസാരിക്കുക പൗലോസിനോട്. ആ കപ്പൽ തകരുന്നതിന് തൊട്ട് മുമ്പ് ദൈവം വന്ന് സംസാരിക്കുക. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവം പറയാണ്, ഈ കപ്പൽ തകരും ഉറപ്പാ. ഒരു ദ്വീപിന്മേൽ മുട്ടി കപ്പൽ തകരുന്നു. പക്ഷേ നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷിച്ചതുപോലെ റോമിലും പറയുമെന്ന് 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 27-ാം അധ്യായത്തിൽ വന്നപ്പോൾ പറയാണ്, നീ കൈസറുടെ മുമ്പിൽ, റോമിലെല്ലാം ചെല്ലുന്ന റോമിലെ കൈസറുടെ മുമ്പിൽ തന്നെ നിൽക്കും. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയുന്ന കാര്യം, എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാര്യം തന്നെ സംശയമാണെന്ന് പറഞ്ഞാലും, അങ്ങനത്തെ സാഹചര്യം വന്നാലും ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് അവകാശമുണ്ട്. എന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുവാൻ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെ കളിയാക്കുന്നവരോടും നിങ്ങളെ കുറ്റം പറയുന്നവരോടും എന്തായി നിന്റെ വാഗ്ദത്തം എന്നൊക്കെ ചോദിക്കുന്നവരോടും ഒക്കെ പറയണം, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അത് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, എത്ര വലുതാണെങ്കിലും, എത്ര എണ്ണം ഉണ്ടെങ്കിലും ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പോഷ്ക്ക് പറയില്ല. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ബൈബിളിലെ ഓരോ വ്യക്തികളും വിശ്വസിച്ചത്. സാറായോടും അബ്രഹാമിനോടും ദൈവം വാഗ്ദത്തം പറഞ്ഞതാണ്. ബൈബിളിൽ വാഗ്ദത്തം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന ആളുകൾ അവരാ. അബ്രഹാമും സാറായും വാഗ്ദത്തം പറഞ്ഞു. 24 വർഷം കാത്തിരിക്കുക ഒരു മകന് വേണ്ടി. ദൈവം പറഞ്ഞിട്ട് കാത്തിരിക്കുക. എബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വന്നപ്പോൾ അവിടെ സാറ ദൈവത്തെ വിശ്വസ്തനെ നിന്നിക്കൊണ്ടേയിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. 11-ാം വാക്യം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. 90 വയസ്സാകുന്ന സമയമായപ്പോഴും സാറ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതെ, നിങ്ങളുടെ മക്കൾ തിരിച്ചു വരാൻ, നിങ്ങളുടെ തലമുറയ്ക്ക് ഭാവി ഉണ്ടാകുവാൻ, നിങ്ങളുടെ മക്കൾക്ക് വിവാഹ സൗഭാഗ്യം ഉണ്ടാകുവാൻ, സന്താന സൗഭാഗ്യം ഉണ്ടാകുവാൻ, അതെ, നിങ്ങൾക്കൊരു സൗഖ്യം ലഭിക്കുവാൻ, അതെ, രോഗിയായി കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചോ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൂ. ഹല്ലേലൂയ. ചില മാനുഷിക വാക്കുകൾ കാര്യമാക്കാതെ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ വിശ്വസിച്ചോ, ദൈവം അത് നിവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആ രോഗ ശക്തികൾ കീഴടക്കിയ, ആമേൻ, ശരീരത്തെ കീഴടക്കി, മനസ്സിനെ കീഴടക്കി, വിശ്വാസത്തെ പോലും കീഴടക്കിയ വ്യക്തികൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ എല്ലാ അവിശ്വാസങ്ങളും മാറിപ്പോകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവം വിശ്വസ്തനെന്ന് എണ്ണട്ടെ. അവിടെ വിശ്വാസം വ്യാപരിക്കട്ടെ. ആ വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ആമേൻ. കർത്താവ് നിവർത്തിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദൈവം നിവർത്തിക്കട്ടെ. നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനെന്ന് എണ്ണുക. ഇനി എബ്രായ ലേഖനത്തിലെ മറ്റൊരു വാക്യം കൊണ്ട് നോക്കിക്കോണം. നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാം. ദൈവം നമ്മളോട് ക്ഷമിക്കും. ദൈവം നമ്മളെ കഴുകും. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു തരും. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. അതിനകത്ത് വലിയൊരു പ്രത്യാശ തരുന്നൊരു കാര്യമുണ്ട്, പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം വിശ്വസ്തനാണെന്ന് നമ്മൾ ഒന്നുകൂടെ തിരിച്ചറിയേണ്ട കാര്യം. അതുകൊണ്ട് നമുക്ക് ധൈര്യം ഉണ്ടാകണം ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ. ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതനുണ്ട് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെ ചെല്ലണം എന്നറിയാമോ? ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്തിൽ ശരീരം കഴുകപ്പെട്ടവരും. ഹൃദയം കഴുകപ്പെടുക, ശരീരവും വചനത്താൽ കഴുകപ്പെടുക, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ക്രിസ്തു ദേഹമെന്ന തിരശീല 2 ചീന്തി നമുക്ക് വേണ്ടി ദൈവാലയത്തിലേക്ക് ഒരു പുതിയ വഴി സൃഷ്ടിച്ചു തന്നു. ഹല്ലേലൂയ. ദൈവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ആർക്കും അവകാശമില്ല. അവിടെ വലിയൊരു മൂടുപടമുണ്ട്, വലിയ തിരശീലയുണ്ട്. ആ തിരശീല യേശുവിൻ്റെ ശരീരമായിട്ടാണ് കാണിക്കുന്നത്. ആ യേശുവിൻ്റെ ശരീരം കീറിയപ്പോൾ
ആ തിരശ്ശീല കീറിയെന്നും നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം ചെല്ലാമായിരുന്ന ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് യേശുക്രിസ്തു നമ്മെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോയി. ഹല്ലേലൂയ. നമ്മുടെ മേൽ ആടിനെ കൊന്നിട്ട് ആടിൻ്റെ ചോര ഈ അതിപരിശുദ്ധ സ്ഥലത്ത് തളിക്കേണ്ട സ്ഥലത്ത് ഇവിടെ പൗലോസ് പറയുകയാണ്, അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നമ്മുടെ മേൽ ആ ചോര തളിച്ചു. നമ്മുടെ മേൽ ചോര തളിച്ചു ശുദ്ധീകരിക്കുവാൻ. പ്രായശ്ചിത്തമായ യേശുവിൻ്റെ രക്തമാണ്, അത് നമ്മുടെ മേൽ തളിച്ചു. എന്തിനാ? എവിടെ? അത് പുറത്ത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ തളിച്ചു, നമ്മുടെ ശരീരത്തിൽ തളിച്ചു, നമ്മളെ ശുദ്ധീകരിക്കുവാൻ. അപ്പോൾ വലിയൊരു ശുദ്ധീകരണം യേശു നൽകി നമ്മളെ പിടിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുക. അങ്ങനത്തെ ഒരു സ്വീകാര്യം നമുക്ക് കിട്ടി. രാമേൻ പറഞ്ഞ് യേശുക്രിസ്തുവിലൂടെ പുതിയ നിയമസഭയ്ക്ക് ലഭിച്ച സ്വീകാര്യം അതാ. പഴയ നിയമത്തിലെ അഹരോന്റെ പുത്രന്മാർ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പ്രവേശിക്കാവുന്ന ദൈവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം തിരശ്ശീല കീറി രക്തം, കുഞ്ഞാടിൻ്റെ അല്ല, യേശുവിൻ്റെ തന്നെ രക്തം എൻ്റെ ഹൃദയത്തിലും ശരീരത്തിലും തളിച്ചു. ഇന്ന് എന്നിലേക്ക് ദൈവസാന്നിധ്യം വരിക. ദൈവം എൻ്റെ അടുക്കിലേക്ക് വരും. ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ പഴയ നിയമ പശ്ചാത്തലം അല്പം മനസ്സിലാക്കുന്നവർക്ക് എളുപ്പമായിട്ട് പിടികിട്ടും. എബ്രായ ലേഖനം 10-ാം അധ്യായം മുഴുവൻ വായിച്ചു നോക്കിയാൽ മതി. ഹല്ലേലൂയ. അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് തന്നിരിക്കുക. വേറെ ഒരു മധ്യസ്ഥനുമില്ലാതെ നേരിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. എന്നിട്ടാണ് അടുത്ത വാക്യം പറയുന്നത്, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എന്താണ് വാഗ്ദത്തം ചെയ്തത്? നിനക്ക് എൻ്റെ സ്ഥലത്ത് എൻ്റെ അടുത്തേക്ക് വരാം, ഞാൻ നിന്നിലേക്ക് ഞാൻ വരാം. വാഗ്ദത്തം ചെയ്തിരിക്കുക ദൈവം. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലാം. അവൻ നമ്മിലേക്ക് വരും. ഒരു വസ്തുവിലല്ല, ചോര തളിക്കപ്പെട്ട ഒരു വസ്തുവിൻ്റെ പുറത്തേക്കല്ല, ദേവാലയത്തിൻ്റെ പുറത്തിരിക്കുന്ന സാക്ഷ്യപെട്ടകത്തിലോ കൽപ്പലകയിലോ മന്ന ഇട്ട് വെച്ച പൊൻപാത്രത്തിലോ അഹരോന്റെ തളർത്ത വടിയിലോ ഒന്നുമല്ല. ഇന്ന് ഞാനാകുന്ന എൻ്റെ മേലേക്ക് യേശുവിൻ്റെ രക്തം തളിച്ച് എന്നെ വിശുദ്ധീകരിച്ച് എന്നിലേക്ക് ദൈവം വരാം. ഒരു വലിയ വാഗ്ദത്തം. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചു. വാക്കു പറഞ്ഞ ദൈവമാ, അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്ക്, അവൻ വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തുറന്ന വാതിൽ വലുതാണ്. ദൈവത്തിലേക്ക് ചെല്ലാം. എപ്പം വേണേലും ചെന്ന് പ്രാർത്ഥിക്കാം. വേറെ ആരുടെയും സഹായമില്ലാതെ കർത്താവായ യേശു നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ട് ഒരു മഹാപുരോഹിതൻ ഓൾറെഡി നമുക്കുണ്ട്. അവൻ മഹാപുരോഹിതനായി നിൽക്കുമ്പോൾ തന്നെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അവൻ മാറ്റമില്ലാത്തവനാണ്. അവൻ വാക്ക് പറഞ്ഞവൻ, മാറ്റമില്ലാത്ത കർത്താവ്. മനുഷ്യരെല്ലാം വാക്ക് മാറും. വാക്ക് പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞവരെല്ലാം സമയമാകുമ്പോൾ ഇട്ടേച്ചു പോകും. നമ്മുടെ കർത്താവ് മാറില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും. ഹല്ലേലൂയ. യേശു അനാദികാലങ്ങൾക്ക് മുമ്പേ പിതാവായ ദൈവമായിരുന്നവൻ, പിതാവിനോട് തുല്യനായിരുന്നവൻ, അന്ന് അവൻ വിശ്വസ്തനാ. മനുഷ്യനായപ്പോൾ അവൻ വിശ്വസ്തൻ. ഇനി നിത്യപിതാവായി എന്നേക്കും വസിക്കുന്നവൻ, അവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കും കേട്ടോ. ഈ വർഷം തീരുന്നതിന് മുമ്പേ ദൈവം ചില വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ പോകുകയാണ്. ഒരു ആമേൻ പറഞ്ഞ് ആമേൻ. ഹല്ലേലൂയ. സംശയിക്കരുത്, അവിശ്വസിക്കരുത്. ദൈവം വിശ്വസ്തൻ. ഓക്കെ, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് വരുവാനും പിതാവ് ഞങ്ങളിലേക്ക് വന്ന് വസിക്കുവാനും കർത്താവ് തുറന്ന വാതിലിനായി, പ്രത്യാശയുടെ സ്വീകാര്യത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ ശക്തനായിരിക്കാൻ സ്തോത്രം. ഈ വചന സന്ദേശം കേൾക്കുന്ന ഹൃദയങ്ങളെ, വചനം കേൾക്കുന്ന കർത്താവെ കുടുംബങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. 2025 അവസാനിക്കും മുമ്പേ തന്നെ കർത്താവെ ഓരോ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി മക്കൾ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ. ദൈവപ്രവൃത്തി കുടുംബത്തിൽ വരട്ടെ. അവരുടെ ഓരോ വിഷയത്തിൽ ഇന്ന് കരഞ്ഞുകൊണ്ട്, ഇന്ന് വേദനപ്പെട്ട് ഈ സന്ദേശം കേൾക്കുന്ന അവരുടെ വിഷമത്തിൻ്റെ വിഷയത്തിൽ ദൈവം ഇടപെട്ട വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു നൽകണമേ. വിശ്വസ്തനെ നിണ്ണി അങ്ങയുടെ സന്നിധിയിൽ അങ്ങേക്കായി കാത്തിരുന്ന് ശരീരവും മനസ്സും ഒരുപോലെ കഴുകപ്പെട്ടവരായി അങ്ങയുടെ മുമ്പാകെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറേ പേർക്ക് പങ്കുവെക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം. ഗാഡ് ബ്ലസ് യു. ഹാവ് എ
ലവ്ലി ഡേ.